നന്നായിട്ടൊരു റോബോട്ടിനെ കൊണ്ട് ചെയ്യിക്കായിരുന്നെങ്കിൽ ഐ വിഷ് ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ബെറ്റർ സിറ്റുവേഷൻ. നമ്മൾ ഡോക്ടർമാർക്കൊക്കെ വീണ്ടും കുറേ എക്സ്ട്രാ സമയം കിട്ടുമായിരുന്നു. പക്ഷെ അതൊരു തീർത്തും ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം പ്രത്യേകിച്ചും ഓർത്തോപീഡിക് സർജറിയിൽ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർജൻ്റെ ഇൻവോൾവ്മെൻറ്റും സർജൻ്റെ ടൈമും നമ്മൾ ആക്ച്വലി കൂടുതലാണ്. കാരണം തലേ ദിവസം CT എടുത്ത് 3 ഡയമെൻഷണൽ പ്ലാനിങ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആ സർജറിയുടെ റിഹേഴ്സൽ ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ ചെയ്യാണ്. ഈ റിഹേഴ്സൽ സർജറിയിൽ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ആ സർജറി എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കുന്നു. ഈ പഠിച്ച സംഗതി നമ്മളൊരു മനുഷ്യൻ്റെ കൈകൾക്ക് എത്തിപ്പിടിക്കാത്ത അത്ര ഒരു മെഷീനറി പ്രിസിഷൻ കിട്ടാൻ വേണ്ടി നമ്മളൊരു റോബോട്ടിൻ്റെ ആം ഉപയോഗിച്ച് സർജറി ചെയ്യാണ് ആക്ച്വലി ചെയ്യണേ. അപ്പോൾ ആക്ച്വലി നമ്മൾ നോർമൽ ഒരു സർജറി ചെയ്യുന്നതിനെക്കാട്ടിലും ഇൻവോൾവ്മെൻറ്റും ബാക്ക്ഗ്രൗണ്ട് വർക്കും എക്സിക്യൂഷൻ ലെവലിലും വി സ്പെൻഡ് മോർ ആൻഡ് എൻഡ് ഓഫ് ദ റിസൾട്ട് മോർ precision, better result.